ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഫിസിക്സിൽ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസിലും പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ ഓണം എക്സാം ഫിസിക്സ് സെറ്റാണ്. ഈ റിവിഷന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും 30 മിനിറ്റ്സ് റിവിഷൻ വീഡിയോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. അൾട്രാസോണോഗ്രാഫി ഉണ്ട്, സോണാർ ഉണ്ട്, സീസ്മോഗ്രാഫ് ഉണ്ട്. സോ അൾട്രാസോണോഗ്രാഫി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ടേക്ക് ദി ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്രാസോണോഗ്രാഫി യൂസ് ചെയ്യുന്നത്. സോണാർ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? എന്ത് സോണാർ അണ്ടർ വാട്ടർ ഒബ്ജക്ട്സിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോണാർ യൂസ് ചെയ്യുന്നത്. സീസ്മോഗ്രാഫ് എന്തായിരുന്നു? നമ്മുടെ എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീസ്മോഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു? 1C ആണ്, 2A ആണ് ആൻഡ് 3B ആണ്. സോ B ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. വെൻ സൺലൈറ്റ് ഗോസ് ത്രൂ എ പ്രിസം വി ഗെറ്റ് എ സ്പെക്ട്രം ഓഫ് കളേഴ്സ് ആൻഡ് ദി ഓർഡർ വിൽ ബി. എന്താണ് ഈ പ്രോസസ്? അല്ലെങ്കിൽ ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരെന്തായിരുന്നു? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലേ. ഓക്കെ, സോ ഏത് ഓർഡറിലാണ് നമുക്ക് കളേഴ്സ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിസത്തിലൂടെ, സപ്പോസ് ഇത് നമ്മുടെ പ്രിസമാണ്, അപ്പോൾ പ്രിസത്തിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷനും ഡിസ്പേർഷനും സംഭവിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് വേവ് ലെങ്ത് കൂടിയ റെഡ് കളറിന് ഡീവിയേഷൻ കുറച്ചേ സംഭവിക്കുള്ളൂ. അങ്ങനെ വേവ് ലെങ്ത് കൂടിയ ഡീവിയേഷൻ കുറവ് സംഭവിക്കുന്ന റെഡ് കളർ മുകളിലും, ഇനി വേവ് ലെങ്ത് കുറഞ്ഞത് കൊണ്ട് തന്നെ ഡീവിയേഷൻ കൂടുതൽ സംഭവിക്കുന്ന വയലറ്റ് കളറ് താഴെയും ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഡർ? വയലറ്റ് ഓൺ ദി ടോപ്പ് അല്ല, വയലറ്റ് ഓൺ ദി ടോപ്പ് അല്ല. അടുത്തത് റെഡ് ഓൺ ദി ടോപ്പ് ആൻഡ് യെല്ലോ അറ്റ് ദി ബോട്ടം. യെല്ലോ അല്ല, ബോട്ടം. വയലറ്റ് ഓൺ ദി ടോപ്പ് ആൻഡ് യെല്ലോ അറ്റ് ദി ബോട്ടം, അതും തെറ്റാണ്. റെഡ് ഓൺ ദി ടോപ്പ് ആൻഡ് വയലറ്റ് അറ്റ് ദി ബോട്ടം. ഓക്കെ, വേവ് ലെങ്ത് കൂടിയ റെഡ് കളറ് ടോപ്പിലും വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ് കളറ് അതിന് കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചിട്ട് ബോട്ടം പൊസിഷനും ഒക്യുപ്പൈ ചെയ്യും. സോ ഇതാണ് ഓർഡർ. Which of the following statements are correct? A convex lens is converging lens. Convex lens converging lens ആണ് correct. A convex lens is not a converging lens. തെറ്റാണ്. Convex lens ഒരു converging lens ആണ്. A convex lens always forms real images. അതും തെറ്റാണ് അല്ലേ. കോൺവെക്സ് ലെൻസിൽ വിർച്വൽ ഇമേജും ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോക്കസിൻ്റെയും പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെയും നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്താണ്? ഇമേജ് വിർച്വൽ ഇമേജ് ആണ്. ഇനി കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ്, അത് കറക്റ്റ് ആണ്. അപ്പോൾ 1 and 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസണിംഗ് ആണ്. സോ അസേർഷൻ എന്താണ്? എ കോൺകേവ് ലെൻസ് കനോട്ട് ഫോം റിയൽ ഇമേജസ്. ഇൻ കോൺകേവ് ലെൻസ് ദ റേ ഫ്രം ദി ഒബ്ജക്ട്സ് ഡു നോട്ട് മീറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. എന്താണ് റിയൽ ഇമേജും വിർച്വൽ ഇമേജ്? റിയൽ ഇമേജിന്റെ കേസിൽ ഈ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിർച്വൽ ഇമേജിന്റെ കേസിൽ എന്താണ്? അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ് ആണ്, അതായത് ആക്ച്വലി അവർ മീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അസേർഷൻ റീസണിങ് കറക്റ്റ് ആണ് ആൻഡ് റീസൺ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദി അസേർഷൻ. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. എന്താണ്? മാഗ്നിഫിക്കേഷൻ ഓഫ് 2 ഇമേജസ് ആർ ഗിവൺ. +1/2 -2 ആണ്. വിച്ച് ആർ ദ ലെൻസസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദീസ് 2 ഇമേജസ്? മാഗ്നിഫിക്കേഷൻ എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് V/U എന്ന് എഴുതാം. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്താണ്? കോൺവെക്സ് ലെൻസ് ഒരു മാഗ്നിഫയിങ് ലെൻസ് ആണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ഒരു മാഗ്നിഫയിങ് ലെൻസ് ആണ്. മാഗ്നിഫയിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് എപ്പോഴും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നിഫൈങ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ഓഫ് ഇമേജ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 അല്ല, അപ്പോൾ ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്താണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കോൺകേവ് ലെൻസ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. -2 എന്താണ്, -2 എന്ന് പറയുമ്പോൾ കോൺവെക്സ് ആണ്, കാരണം ഇവിടെ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദം ഈസ് എ റിയൽ ഇമേജ്? ഏതാണ് റിയൽ ഇമേജ്? -2 പവർ വരുന്നതാണ്, അല്ലെങ്കിൽ -2 മാഗ്നിഫിക്കേഷൻ വരുന്നതാണ് റിയൽ ഇമേജ്, ബിക്കോസ് കോൺകേവ് ലെൻസ് റിയൽ ഇമേജ് ഫോം ചെയ്യുന്നില്ല. ഇനി ഈ ഇമേജിൻ്റെ നേച്ചർ എന്തൊക്കെയാണ്? അത് റിയൽ ആണ് ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ -2 എന്ന സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് -2 കോൺവെക്സ് ലെൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് 6th question. When an object was placed at 30 cm away from a convex lens of focal length 10 cm, find the distance at which the image is formed. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു പോകാം പെട്ടെന്ന്. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഇനി എന്താണ് എല്ലാ മെഷർമെൻറ്റും എന്തൊക്കെയായിരുന്നു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ പറഞ്ഞത്? എല്ലാ മെഷർമെൻറ്റും നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇനി നമ്മുടെ ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷനിൽ എടുക്കുന്ന മെഷർമെൻറ്റ് പോസിറ്റീവും ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുന്ന മെഷർമെൻറ്റുകളൊക്കെ നെഗറ്റീവും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈനിൻ്റെ ആക്സിസിന്റെ എബോവ് എടുക്കുന്ന മെഷർമെന്റ് പോസിറ്റീവും ബിലോ എടുക്കുന്ന മെഷർമെന്റ് എന്താണ്, നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേസ് വിൽ ആക്ച്വലി കൺവേർജ്, അല്ലേ? അവർ ആക്ച്വലി കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഫോക്കൽ ലെങ്ത് ആയിട്ട് വരുന്നുണ്ടാവുക. ഇൻസിഡന്റ് റേ ഇങ്ങനെയും വരുന്നു. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്താണ് കോൺവെക്സ് ലെൻസിന്റെ? പോസിറ്റീവ് ആണ്. ഇനി ഞാൻ എൻ്റെ ഒബ്ജക്റ്റ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? യു. ഇപ്പോൾ യു ഞാൻ എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്? ഇൻസിഡന്റ് റേൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇമേജ് ഒരൊറ്റ കേസിൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് എന്താണ്? വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന കേസിൽ. ബാക്കി എല്ലാ കേസിലും എന്താണ്? വി എന്തായിരിക്കും? വി പോസിറ്റീവ് ആയിരിക്കും. സോ ഇത്രയുമാണ് കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കോൺകേവ് ലെൻസിന്റെയും സെയിം പോയിന്റ് തന്നെയാണ്. എന്താണ്? എല്ലാ മെഷർമെന്റും ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എടുക്കണം. ഇൻസിഡന്റ് റേന്റെ സെയിം ഡയറക്ഷൻ എടുക്കുന്ന മെഷർമെന്റ് പോസിറ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുന്ന മെഷർമെന്റ് നെഗറ്റീവും ആയിരിക്കും. നമ്മൾ ആക്സിസിന്റെ എബോവ് എടുക്കുന്ന മെഷർമെന്റുകളൊക്കെ പോസിറ്റീവും ബിലോ എടുക്കുന്നത് നെഗറ്റീവും ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഒബ്ജക്റ്റ് വാസ് പ്ലേസ്ഡ് അറ്റ് 30 cm away ഫ്രം ദി കോൺവെക്സ് ലെൻസ്. സോ യു എന്ന് പറയുന്നത് ഇവിടെ -30 cm ആണ്. ആൻഡ് ഫോക്കൽ ലെങ്ത് എത്രയാണ്? +10 cm ആണ്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ ഇമേജ് ഈസ് ഫോംഡ്. എന്താണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ ലെൻസ് ഫോർമുല അല്ലെങ്കിൽ ലെൻസ് ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ 1/f = 1/v - 1/u. ഓക്കെ, എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1/v = 1/f - 1/u. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/1/10 - ഇത് പ്ലസ് ആണ്. 1/v = 1/f + 1/u. ഇനി നമ്മൾ സൈൻ അപ്ലൈ ചെയ്യുന്നു. 1/10 - 1/30. സോ ഇവിടെ മൈനസ് ആയി. അപ്പോൾ എന്ത് വരും? v = 15 cm എന്ന് നമുക്കിത് സോൾവ് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ 15 cm ആണ് നമ്മുടെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി ഫൈൻഡ് ദി മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫോംഡ്. സോ മാഗ്നിഫിക്കേഷൻ = v/u ആണ്. സോ v എന്താണ്? 15 ആണ്. ആൻഡ് ഇതെത്രയാണ്? -30 ആണ്. സോ -0.5 ആണ് ഇവിടെ മാഗ്നിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എന്താണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സോ ഇമേജ് എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. റിയൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. റിയൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഓക്കെ, സോ റിയൽ, ഇൻവേർട്ട് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. ഓക്കെ, റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വാട്ട് ഈസ് മെൻ ബൈ ഫ്രീക്വൻസി ഓഫ് എ വേവ്? ആൻഡ് ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് വേവ് പ്രൊഡ്യൂസസ് 50 ക്രസ്റ്റ് ആൻഡ് 50 ട്രഫ്സ് ഇൻ 0.5 സെക്കൻഡ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി എന്താണ്? നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പീരിയഡും ഫ്രീക്വൻസിയും, അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി എന്തായിരുന്നു? ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ്
പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ് ആണ് നമ്മുടെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ പീരിയഡ് എന്താണ്? പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്തായിരുന്നു? നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒരു ക്രസ്റ്റ് പ്ലസ് ഒരു ട്രഫാണ് എന്ത്? 1 വേവ്. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റ് പ്ലസ് ഒരു ട്രഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 15 ക്രസ്റ്റ് പ്ലസ് 15 ട്രഫ് ഉണ്ട്. ഒരു ക്രസ്റ്റ് പ്ലസ് ഒരു ട്രഫ് 1 കംപ്ലീറ്റ് വേവ് ആണെങ്കിൽ 50 ക്രസ്റ്റ് പ്ലസ് 50 ട്രഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 വേവ്സ് ആയി. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദി ഫ്രീക്വൻസി ഓഫ് വേവ് produces 50 crust and 50 trough in 0.5 seconds എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 50 വേവ്സ് എത്ര സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 0.5 സെക്കൻഡ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? 50 by 0.5 ആണ്. സോ ആൻസർ വരുന്നത് 100 ഹെർട്സ് ആയിരിക്കും. സോ 50 ക്രസ്റ്റും 50 ട്രഫും 0.5 സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ 100 ഹെർട്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എർത്ത് ഒക്കർ ഇൻ ഓഷ്യൻസ് ട്രിഗർ ലാർജ് വേവ്സ്. ഈ ലാർജ് വേവ്സിന്റെ പേരെന്താണ്? സുനാമി വേവ്സ് ആണ്. ഓക്കെ, ഈ ലാർജ് വേവ്സിന്റെ പേര് സുനാമി വേവ്സ് ആണ്. Write any 2 measures that can be taken to safeguard against these waves. എന്തൊക്കെയാണ്? നമ്മൾ ഏർലി വാർണിംഗ് സിസ്റ്റം, സുനാമി ഏർലി വാർണിംഗ് സിസ്റ്റം, സുനാമി ഏർലി വാർണിംഗ് സിസ്റ്റംസ് എന്ത് ചെയ്യുക? സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ലാർജർ ആയിട്ടുള്ള സീ വാൾസ് അലോങ് ദി കോസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് മെഷേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക മാത്രമല്ല നമുക്കൊരു റിവിഷൻ ക്ലാസ് ആയിട്ടും കൂടി എടുക്കാം. അപ്പോൾ കുറച്ച് മെഷേഴ്സ് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സുനാമി വാർണിംഗ് സെൻറ്ററിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. പിന്നെ ഹയർ ഗ്രൗണ്ടിലേക്ക് വാർണിംഗ് റിസീവ് ചെയ്ത ഉടനെ തന്നെ ഹയർ ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റി അവെയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ സേഫ് അല്ലാത്ത കോസ്റ്റൽ ഏരിയാസിലേക്ക് പോകുന്നത് അവോയ്ഡ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുനാമിയുടെ പ്രിക്കോഷൻ മെഷേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സൗണ്ട് ഓഫ് ഗാൽട്ടൺ വിസിൽ കനോട്ട് ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്. വൈ? എന്തുകൊണ്ടാണ്? സൗണ്ട് ഓഫ് ഗാൽട്ടൺ വിസിൽ അല്ലെങ്കിൽ ഈ ഗാൽട്ടൺ വിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് അത് അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് ആണ്. നമ്മൾ എന്തായിരുന്നു? ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി, അതായത് നമുക്ക് എല്ലാ ഫ്രീക്വൻസിയിലുമുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയായിരുന്നു? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ടുകളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു. ഇനി 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലുള്ള വേവ്സിന് സൗണ്ടിന് നമ്മൾ എന്ത് പറയുന്നു? അതിന് നമ്മൾ അൾട്രാസോണിക് എന്ന് പറയുന്നു. അപ്പം അൾട്രാസോണിക് സൗണ്ടും ഇൻഫ്രാസോണിക് സൗണ്ടും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് അത് നമ്മുടെ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റീൻ്റെ പുറത്താണ്. ഓക്കെ, ഇവിടെ ഗാൽട്ടൺ വിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ട് ആയതുകൊണ്ടാണ് നമുക്കത് കേൾക്കാൻ വേണ്ടി പറ്റാത്തത്. റൈറ്റ് ദ നെയിം ഓഫ് വേവ്സ് ദാറ്റ് ബിലോങ്സ് ടു ദി ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ്. അത് ഇൻഫ്രാസോണിക്. ബിലോ 20 ഹെർട്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഫ്രാസോണിക് വേവ് ആണ്. ഇൻഫ്രാസോണിക് വേവ് ആണ് ബിലോ 20 ഹെർട്സ്. എബോ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ എബോ 20,000 ഹെർട്സ് എത്ര എന്തായിരുന്നു? അൾട്രാസോണിക് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ റിവിഷനായിട്ട് ഒരു ചെറിയ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എ പേഴ്സൺ വിത്ത് നോർമൽ ഹിയറിംഗ് ദ ലോവർ ലിമിറ്റ് ഓഫ് ഓഡിബിൾ സൗണ്ട് ഈസ് about 20 ഹെർട്സ് ആൻഡ് ദി അപ്പർ ലിമിറ്റ് ഈസ് 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്. 20 ഹെർട്സിന് താഴെയുള്ളത് ഇൻഫ്രാസോണിക്കും 20,000 ഹെർട്സിന് മുകളിലുള്ളത് അൾട്രാസോണിക്കുമാണ്. ഓക്കെ, ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഈ ഡയഗ്രാം. ഇനി റൈറ്റ് ദി പൊസിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം.
നമുക്ക് എല്ലാ കേസസും നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി കോൺവെക്സ് ലെൻസിൻ്റെ ആണ്. അറ്റ് ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. സോ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലാണ്. ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ഇനി ഞാൻ 2F ബിയോണ്ട് ആയിട്ട് ഒബ്ജക്റ്റ് വെക്കുന്നു. അപ്പോൾ എഫിനും 2F ഇടയ്ക്ക് ലെൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ഇനി 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ 2F തന്നെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. സൈസ് എന്ന് പറയുന്നത് സെയിം സൈസ് ആണ്, നെയ്തർ ഡിമിനിഷ്ഡ് നോർ എൻലാർജ്. ഓക്കെ, സെയിം സൈസ് ഉള്ള ഇമേജ് കിട്ടും, അതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ഇനി ഞാൻ എഫിനും 2F ഇടയിൽ വെച്ചു. ഓക്കെ, നേരത്തെ നമ്മൾ ബിയോണ്ട് 2F വെച്ചപ്പോൾ എഫിനും 2F ഇടയ്ക്കാണ് ഇമേജ് ഫോം ചെയ്തത്. ഇനി ഞാൻ എഫിനും 2F ഇടയ്ക്ക് ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് ബിയോണ്ട് 2F എനിക്ക് ഇമേജ് ഫോം ചെയ്ത് കിട്ടും. എൻലാർജ്ഡ് ഇമേജ് ആണ്, ഇവിടെ എൻലാർജ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, റേ ഡയഗ്രം കൂടെ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. നോക്കൂ, ഇവിടെ ഈ റേസ് ഇങ്ങനെ പോയി അറ്റ് ഇൻഫിനിറ്റിയിൽ അത് കൺവേർജ് ചെയ്യും. എന്നിട്ട് അവിടെ ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കോൺവെക്സ് ലെൻസിൽ ഒരൊറ്റ സ്പെഷ്യൽ കേസേ ഉള്ളൂ. എന്താണ്? ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ. സോ ഫോക്കസിനും നമ്മുടെ ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ലെൻസിന്റെ ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ, ലെൻസിലെ ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. എൻലാർജ്ഡ് ആണ്, ബട്ട് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഓക്കെ, വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് കോൺവെക്സ് ലെൻസിൽ ഒരൊറ്റ കേസിലേ ഉള്ളൂ, അത് ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അത്രയുമാണ് കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ. ഇനി കോൺകേവ് ലെൻസിൽ ഇൻഫിനിറ്റിയിൽ ഞാൻ ഒബ്ജക്റ്റ് വെച്ചു, അപ്പോൾ ഫോക്കസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഹൈലി ഡിമിനിഷ്ഡ് ആണ്, പോയിന്റ് സൈസ്ഡ് ആണ്, വിർച്വൽ ഇമേജ് ആണ്, ഓൾവേസ് വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്, ആൻഡ് ഇറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ ഏത് പോയിന്റിൽ വെച്ചാലും ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ ഏതെങ്കിലും പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലായിരിക്കും എന്ത് ഫോം ചെയ്യുക? എൻ്റെ ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നു. ഡിമിനിഷ്ഡ് ആണ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് നേച്ചർ. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ കോൺകേവ് ലെൻസിലും കോൺവെക്സ് ലെൻസിലും. സോ ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാലോ, അല്ലെങ്കിൽ ഇനി ഏത് ക്വസ്റ്റ്യൻ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാലോ. ഒബ്ജക്ട് പ്ലേസ്ഡ് ബിയോണ്ട് 2F വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? എഫിനും 2F ഇടയിൽ ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഡിമിനിഷ്ഡ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇനി എഫിനും 2F ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബിയോണ്ട് 2F ഫോം ചെയ്യും, അവിടെ എൻലാർജ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is meant by an electromagnetic spectrum? Which are the radiations present on either side of visible light in the electromagnetic spectrum? Which radiation in the sunlight is the main reason for the heat in the sunrise? So, electromagnetic spectrum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഒരു ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ദി ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് സ്പെക്ട്രം നോക്കാം. എന്താണ്? ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, വിസിബിൾ റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോ വേവ്സ് ഉണ്ട്. ഇനി ചോദിച്ചെന്താണ്? നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ ഏതർ സൈഡിലുള്ള റേഡിയേഷൻസ് ഏതൊക്കെയാണ്? വിസിബിൾ ലൈറ്റിന്റെ ഏതർ സൈഡ് ഏതൊക്കെയാണ്? നമ്മുടെ അൾട്രാവയലറ്റ് റേ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷനും ഉണ്ട്. ഓക്കെ, ഇനി വിച്ച് റേഡിയേഷൻ ഇൻ ദി സൺലൈറ്റ് ഈസ് ദി മെയിൻ റീസൺ ഫോർ ഹീറ്റ് ഇൻ സൺറൈസ്? അത് നമ്മുടെ ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് ഹീറ്റിംഗ് എഫക്റ്റിന് കാരണമാവുന്നത്. സോ ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇതിൽ വിസിബിൾ ലൈറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന അൾട്രാവയലറ്റും ഇൻഫ്രാറെഡുമാണ്. ഓക്കെ, റേഡിയോ വേവ്സിനാണ് വേവ് ലെങ്ത് കൂടുതൽ, ഗാമ റേസിനാണ് വേവ് ലെങ്ത് കുറവ്. അപ്പോൾ ഇതെന്താണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. ഇനി വിസിബിൾ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്? വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
ഇനി നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ യൂസും ഇവിടെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ എനിക്ക് തോന്നുന്നു അൾട്രാ വയലറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു യൂസുകൾ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ സ്ലൈഡ് യൂസ് ചെയ്യാം യൂസുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഗാമ റേസിൻ്റെ യൂസ് എന്തൊക്കെയാണ്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി ഗാമ റേസ്, ഹൈ ഇൻറ്റൻസിറ്റി ഗാമ റേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ക്യാൻസർ സെൽസിൻ്റെ ഒക്കെ DNA നശിപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് സ്റ്റെറിലൈസ് ചെയ്യാനും ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫി നമ്മുടെ മെറ്റൽ പാർട്സിൻ്റെ ഒക്കെ ഡിഫക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഗാമ റേസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റേസ് നമുക്കറിയാം. എക്സ്റേസ് എന്തിന് യൂസ് ചെയ്യുന്നു? മെഡിക്കൽ എക്സ്റേ ഇമേജിങ്ങിന് യൂസ് ചെയ്യുന്നു. എയർപോർട്ട് സെക്യൂരിറ്റി സ്കാനേഴ്സിൽ യൂസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫിയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? അൾട്രാ വയലറ്റ് റേസ് ആണ്. അൾട്രാ വയലറ്റ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ UV റേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ, എയറും സർഫേസും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും UV റേസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹിഡൻ സ്റ്റെയിൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക് സയൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാ വയലറ്റ് റേസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വിസിബിൾ ആണ്. എന്താണ് വിസിബിൾ റേസ് ചെയ്യുന്നത്? നമുക്ക് ഈ വേൾഡ് കാണാൻ നമ്മൾ സഹായിക്കുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. ഓക്കെ, ഫോട്ടോഗ്രാഫിയിലും ക്യാമറാസിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈറ്റിംഗ് ആൻഡ് ഡിസ്പ്ലേസിലൊക്കെ ഈ യൂസിന് വേണ്ടി നമ്മൾ വിസിബിൾ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫ്രാറെഡ് എന്താ ചെയ്യുന്നത്? നമ്മൾ റിമോട്ട് കൺട്രോളിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. ഇനി തെർമൽ ഇമേജിങ് നൈറ്റ് വിഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് ഡിവൈസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി, പെയിൻ റിലീഫിന് നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? മൈക്രോവേവ് എന്താണ്? കുക്കിംഗ്, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോവേവ്. റഡാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. വൈഫൈയിലും മൊബൈൽ ഫോണിലും ബ്ലൂടൂത്തിലും ഒക്കെ നമ്മൾ മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ വേവ് എന്താണ്? റേഡിയോ TV ബ്രോഡ്കാസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നു. നാവിഗേഷൻ സിസ്റ്റത്തിലും നമ്മൾ റേഡിയോ വേവ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്നാണ് നമ്മൾ ഫാസ്റ്റ് ടാഗ് ഒക്കെ അല്ലേ നമ്മൾ ടോൾ പാസ് ചെയ്യുന്ന സമയത്ത് കാറിലൊട്ടിച്ച് വെക്കുന്നത്, അത് സ്കാൻ ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷനാണ് അവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. Graphic representation of a wave is given. What is the wavelength of this wave? If this wave takes 2 seconds to travel this distance, find the speed of wave. Okay, what is the frequency of wave? Simple ആണ്, നമുക്ക് ചെയ്യാം. ആദ്യം ചോദിച്ചാൽ എന്താണ് വേവ് ലെങ്ത് എന്നാണ് പറഞ്ഞത്. വേവ് ലെങ്ത് എന്തായിരുന്നു? ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ഒരു പോയിന്റ് എടുക്കുന്നു. സോ ഇതാണ് അടുത്തത്. ഈ പോയിന്റിന്റെ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലെ അടുത്ത പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടുത്തെ വേവ് ലെങ്ത്. സോ ആ ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഡിസ്റ്റൻസ് 8 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 8 മീറ്റർ ആണ്. ഓക്കെ, ഇഫ് ദിസ് വേവ് ടേക്സ് 2 seconds ടു ട്രാവൽ ദിസ് ഡിസ്റ്റൻസ്, ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദി വേവ്. എത്ര ഡിസ്റ്റൻസ് ആണ് 2 seconds കൊണ്ട് ട്രാവൽ ചെയ്തത്? 24 മീറ്റർ ആണ്. ബൈ 2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? സ്പീഡ് കിട്ടി. അപ്പോൾ സ്പീഡ് ഇവിടെ 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ദിസ് വേവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഫ്രീക്വൻസി ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വേവ് ഉണ്ട്? 3 വേവ് ആണ് അല്ലേ? ഓക്കെ, 1, 2, 3. അപ്പോൾ 3 വേവ്സ് ഇൻ 2 സെക്കൻഡ് ആണ്. ഓക്കെ, 3 വേവ്സ് ഇൻ 2 സെക്കൻഡ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി എത്രയായി? 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന വേവ്സ്. അപ്പോൾ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എത്രയാണ്? 3/2 അല്ലെങ്കിൽ 1.5 ഹെർട്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മുടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, വേവ് ലെങ്ത് നമുക്കറിയാം, നമ്മുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? സോ the figures of 2 waves are given. What are the frequencies of waves? And if they took 2 seconds to travel the distance 12 meter. Okay. What are the velocities of both the waves? And state the relation between wavelength and frequency of wave. ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? വാട്ട് ആർ ദ ഫ്രീക്വൻസീസ് ഓഫ് വേവ്സ് ഇഫ് ദേ ടുക്ക് 2 seconds ടു ട്രാവൽ ദ ഡിസ്റ്റൻസ് 12 മീറ്റർ. അപ്പോൾ ആദ്യത്തെ വേവ് നമുക്ക് എടുക്കാം. ആദ്യത്തെ വേവിൻ്റെ ഫ്രീക്വൻസി എനിക്ക് കണ്ടുപിടിക്കണം. സോ
ഫ്രീക്വൻസി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? മൊത്തം എത്ര വേവ് ഉണ്ട് ആദ്യത്തെ കേസിൽ? 1 2 3. അപ്പോൾ 3 വേവ്സ് ഇൻ 2 സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ് ഇവിടെ? 1.5 ഹെർട്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ്? എത്ര വേവ് ഉണ്ട്? 1 2 3 4 5 6 വേവ്സ് ഉണ്ട് അല്ലേ? സോ 6 വേവ്സ് ഇൻ 2 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയാണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന വേവ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ 6/2 3 ഹെർട്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ വേവിൻ്റെ ഫ്രീക്വൻസി 1.5 ഹെർട്സ്, രണ്ടാമത്തെ വേവിൻ്റെ ഫ്രീക്വൻസി 3 ഹെർട്സ് ആണ്. ഇനി എന്താ ചോദിച്ചുള്ളത്? വാട്ട് ആർ ദി വെലോസിറ്റീസ് ഓഫ് ബോത്ത് ദി വേവ്സ്? വെലോസിറ്റി ഇവിടെ സെയിം ആയിരിക്കും, ബിക്കോസ് രണ്ട് വേവും എത്രയാണ് ട്രാവൽ ചെയ്യുന്നത്? 12 മീറ്റർ ആണ്. എത്ര സമയം കൊണ്ടാണ്? 2 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കേസിലും എന്താണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. ഇനി എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് വേവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാം. നമ്മൾ v is equal to f lambda എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വെലോസിറ്റി ഓഫ് വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ക്യാമറ ലെൻസ് ഈസ് 10 സെൻറ്റിമീറ്റർ. ക്യാമറ ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് കോൺവെക്സ് ആണ് എന്ന് മനസ്സിലാക്കാം. വി ഹാവ് ടു ടേക്ക് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഒബ്ജക്ട് 50 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി ലെൻസ് ഓഫ് ദി ക്യാമറ. സോ ഇവിടെ എന്താണ്? u ഈസ് ഈക്വൽ ടു -50 സെൻറ്റിമീറ്റർ, ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു +10 സെൻറ്റിമീറ്റർ. വിത്ത് ദി ഹെൽപ്പ് ഓഫ് റേ ഡയഗ്രാം ഡ്രോ ദ ഫിഗർ. Ray diagram drawn. Find out what distance from the lens should the film be placed. അതായത് നമ്മളെടുത്ത് റേ ഡയഗ്രാം വരച്ചിട്ട് നമ്മുടെ ഫിലിം എവിടെ പ്ലേസ് ചെയ്യണം. ഫിലിം പ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. നിങ്ങൾ റേ ഡയഗ്രാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വരയ്ക്കുക. ഓക്കെ. സോ എന്താണ്? v ഈസ് ഈക്വൽ ടു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. v ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലെൻസ് ഇക്വേഷൻ എഴുതാലോ നമുക്ക്? യെസ്, 1/f ഈസ് ഈക്വൽ ടു 1/v minus 1/u. So 1/v is equal to 1/f plus 1/u. Value substitute ചെയ്യാം. 1/10 പ്ലസ് ഉള്ളത് മൈനസ് ആവും, -1/50. സോ ഇവിടെ എന്താണ്? 25/2 വരും, അല്ലെങ്കിൽ 17.5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എന്ത് വരുന്നത്? ഫിലിം വെക്കേണ്ട ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റേ ഡയഗ്രാം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിൽ വരയ്ക്കുക. ഓക്കെ. An object OB is placed between focus and convex lens. ഫോക്കസിനും കോൺവെക്സ് നമ്മുടെ ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ അല്ലേ ഓർമ്മ വരണം. If the height of object is 3 centimeter and height of image is 9 centimeter, find the magnification. So magnification is equal to height of image by height of object. So 9/3 is equal to 3. Magnification 3 ആണ്. Can you project the image on a screen? Justify your answer എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം ഇതെന്താണ്? ഇതൊരു വിർച്വൽ ഇമേജ് ആണ്. നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്താണ്? അതൊരു വിർച്വൽ ഇമേജ് ആണ്. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിയൽ ഇമേജ് മാത്രമേ നമുക്ക് സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വഴി നമ്മൾ നിങ്ങളുടെ എക്സാമിനുള്ള 2 ചാപ്റ്ററും പിന്നെ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് പോർഷൻസും ആണുള്ളത്. ഈ 3 ചാപ്റ്റർ നമുക്ക് പറയാം. 3 ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള ടോപ്പിക്ക് പോയിട്ട് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. ആ റിവിഷന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ചാനലിലുള്ള 30 മിനിറ്റ്സിൻ്റെ ചാപ്റ്റർ വീഡിയോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം.